2025 കഴിയാൻ വെറും 4 മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു 4 മാസത്തിന് മുമ്പ്, ഇപ്പോൾ കഴിഞ്ഞൊരു 7 മാസത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞൊരു 6 മാസത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഗോൾ, ഇപ്പോൾ 2025 ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ വലിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, ചില ആളുകൾ അത് മുഴുവനായിട്ടും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല, ചില ആളുകൾ അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മിക്ക ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് എത്താനുള്ളൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിലേക്ക് എത്തുക എന്നുള്ളത് ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 2025 ഇപ്പം ഇത്രയും സമയമായിട്ട് ഈ ഒരു 6 മാസം 7 മാസത്തിനകത്ത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെവല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതല്ല നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തിയിട്ട് അടുത്തൊരു 4 മാസത്തിനകത്ത്, അടുത്തൊരു 4 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു 120 ദിവസം അല്ലെങ്കിൽ 130 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസത്തിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗോളെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ഈ ഒരു ഇയർ എൻഡ് ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചില ആളുകൾ ചിലപ്പം പുതിയ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും 2025. ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ അവർ എങ്ങനെയെങ്കിലൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നീട് അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല തടസ്സങ്ങളും ഉണ്ടാവും, പല റിസൾട്ട്. കാരണം നമ്മളൊക്കെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണല്ലോ. നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടണം. അപ്പോൾ ഈ പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ പലരും അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും ഈ ഒരു കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങൾ വരുത്തി എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഞാൻ ഈ 2023 ഞാനെടുത്ത എൻ്റെ ഒരു വലിയ ഗോളായിരുന്നു റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ എൻ്റെ മുമ്പേ റീഡ് ചെയ്യുമായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെടുത്ത് വായിക്കണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു ബുക്ക് കിട്ടുമ്പോൾ ഇരുന്ന് വായിക്കാന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ്ലി ഒരുപാട് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് വായനയിലൂടെ എൻ്റെ ഒരു ടോട്ടൽ മൈൻഡ് സെറ്റ് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ല നല്ല ബിസിനസ് ഐഡിയകൾ അല്ലെങ്കിൽ ഓരോ വലിയ ഇപ്പം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ വളർന്നു വന്നിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ അവളുടെ ഇപ്പം നമുക്ക് എന്തിനും ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ആളുകളാണ് സ്റ്റീവ് ജോബ്, എലൻ മാസ്ക്, ബിൽ ഗേറ്റ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു, ഇവരൊക്കെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോഴുള്ള മൈൻഡ് സെറ്റ് എന്തായിരുന്നു, എങ്ങനെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം, ആസ് എ പേഴ്സൺ നമുക്ക് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റീഡിംഗ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഞാൻ വെരി പ്രൗഡ് ടു സേ ഞാൻ കൊണ്ടുവന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് റീഡിംഗ് ആയിരുന്നു. അതിപ്പോഴല്ല, 2 വർഷം 3 വർഷം മുമ്പ്. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ശേഷം ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വർഷം എനിക്ക് തോന്നുന്നത് 2024 ഞാൻ മന്ത്ലി 2 ബുക്ക് അല്ലെങ്കിൽ 3 ബുക്കൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻ കിട്ടാനുള്ള ആ ഒരു ഹംഗ്രി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ബുക്കുകൾ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ ലൈഫ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. അതായത് നമുക്ക് തീരെ നോളജ് ഇല്ലെങ്കിലാണ് നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കര ലോ ആവുക. അപ്പം നമുക്ക് എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിൽ കൂടുതൽ ക്യാഷോ അല്ലെങ്കിൽ ഒരുപാട് നല്ലൊരു ചുറ്റുപാടെന്ന് വന്നിട്ട് നമുക്കൊരു സംഗതി ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളടുത്ത് നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾ ഒരു റീഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഒരു പുതിയ ഹാബിറ്റ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2025 മുതൽ ഈ ഒരു കഴിഞ്ഞ 7 മാസത്തിനകത്ത് ഒരു പുതിയ ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ്, അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ പുതിയ മാക്സിമം ഇൻഫർമേഷൻസ് കിട്ടുന്ന രീതിയിലുള്ള, അത് ചിലപ്പം യൂട്യൂബ് വീഡിയോസ്, വെബിനാർസ്, പോഡ്കാസ്റ്റ്, അതേപോലെ തന്നെ ബുക്കുകൾ വായിച്ചിട്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് മാക്സിമം ഇൻഫർമേഷൻസ് ശേഖരിച്ച് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിട്ട് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ത്രൂ കിട്ടുന്നതാവാം, യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കിട്ടുന്നതാവാം. ഈ ഇൻഫർമേഷൻസ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സമയത്ത് ഉപകാരപ്പെടും. അപ്പോൾ
ഇപ്പം നിങ്ങൾക്ക് ഒരു പെട്ടെന്നുള്ള ക്വിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻസിനെ ഒന്നും നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. കാരണം ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അതൊരു ഫണ്ടാണ്, അതൊരു നിങ്ങളുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന്റെ ഒരു ഫണ്ടമെന്റലാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ തലക്കകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് സമയത്ത് നിങ്ങൾക്ക് നല്ല ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.